ചിലപ്പോൾ നമ്മുടെ ഡാറ്റ റെയിൽവേൻ്റെ സൈറ്റിൽ നിന്ന് പോലും ലീക്കായിട്ട് നമ്മൾ കൊടുത്ത പല എൻട്രീസും പാസ്വേഡ്സൊക്കെ അവൈലബിൾ ആയി. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പലരും മെസ്സേജ് അയച്ചു, നമ്മൾ ഫിഷ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി, ഇനി എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സൊല്യൂഷൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരാൾ പർപ്പസ്, അയാൾക്ക് എന്താണോ മറ്റൊരാളിൽ നിന്ന് കിട്ടേണ്ടത്. അതായത് ഈ ഫിഷിംഗ് പോലെ തന്നെയാണ് ഫിഷിംഗ്, PHI. അതായത് നമ്മളിപ്പോൾ ഒരു ചൂണ്ടയിൽ ഒരു സാധനം കോർത്ത് നമ്മൾ മീൻ പിടിക്കുന്നു, അതേപോലെ തന്നെയാണ് അയാൾ കോഡ് ചെയ്തിട്ട് നമുക്കൊരു സംഭവം അയച്ചു തരുന്നു. നമ്മളോട് പറയും നല്ലൊരു കാറിൻ്റെ വ്യൂ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു വെബ്സൈറ്റ് ആണെന്നൊക്കെ പറയും. നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാറിൻ്റെ വ്യൂ വെബ്സൈറ്റൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ബാക്കിൽ അയാൾ എന്താ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് അയാളുടെ അടുത്ത് ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള റാൻഡം ജനറേറ്റഡ് ലിങ്കിലൊന്നും പോയി കയറാണ്ടിരിക്കുക. നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള .com, .in നമുക്ക് അറിയാവുന്ന വെബ്സൈറ്റ് മാത്രം യൂസ് ചെയ്യാം മെയിനായിട്ട്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ ഇത് റീഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ആപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ പോയിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ആക്കുക. ചിലപ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു ലിങ്കായിട്ട് പോയിട്ട് നമുക്കൊരു കാറിൻ്റെ പിക്ചറായിരിക്കും കാണിക്കുന്നത്. നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസറിൽ ക്യാമറയുടെ സെറ്റിങ്സ് ഒക്കെ അലോ ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ക്യാമറ നമ്മളെ ക്യാപ്ചർ ചെയ്യാതെ എന്നിട്ട് അയച്ച ആൾക്കാർ അയച്ചു കൊടുക്കും, നമ്മൾ ലൊക്കേഷൻ അയാൾക്ക് അയച്ചു കൊടുക്കും, നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻ്റർനെറ്റ് ബ്രൗസറിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് നമ്മൾ ക്യാച്ച് ഫയൽസ് ക്ലിയർ ചെയ്യുക, കുക്കീസ് ക്ലിയർ ചെയ്യുക, അതുപോലെ അലോക്കേഷൻസ്, ക്യാമറ അലോക്കേഷൻസ്, ലൊക്കേഷൻ അലോക്കേഷൻസ് എല്ലാം നോട്ട് അലോ ചെയ്ത് വെക്കുക എല്ലാം. കാരണം അതൊക്കെ ആവശ്യ സമയത്ത് മാത്രം അലോ ചെയ്താൽ മതി. നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളത് എപ്പോഴും അലോ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമുക്കിപ്പോൾ ഈ വിഷയമില്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ അറ്റാക്കൊക്കെ നമുക്ക് തടയാൻ പറ്റും കുറച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എല്ലായിടത്തും പോയിട്ട് നമ്മൾ പാസ്വേഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക, പബ്ലിക് വൈഫൈ യൂസ് ചെയ്യാണ്ടിരിക്കുക. എല്ലായിടത്തും നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്ക് ജെന്യുവിൻ ആണെന്ന് തോന്നുന്നിടത്ത് മാത്രം നമ്മളത് യൂസ് ചെയ്യുക, അല്ലാത്തടത്ത് നമ്മൾ ഫേക്ക് ID പാസ്വേഡൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പാസ്വേഡ്സ് കുറച്ചുകൂടി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സ്, ലെറ്റേഴ്സ്, സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ലോങ് പാസ്വേഡ്സ് ക്രിയേറ്റ് ചെയ്യുക. മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ എത്ര സെക്യൂർ ആണെന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ പോലും നമുക്ക് അത്രയൊന്നും സെക്യൂരിറ്റി ഇല്ല. കാരണം നമ്മുടെ ഡാറ്റ ഒക്കെ മൊത്തം ലീക്കാണ്. ഈ അടുത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഡാറ്റ റെയിൽവേൻ്റെ സൈറ്റിൽ നിന്ന് പോലും ലീക്കായിട്ട് നമ്മൾ കൊടുത്ത പല എൻട്രീസും പാസ്വേഡ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ സംഭവം കൊടുക്കുമ്പോൾ നമ്മൾ ജെന്യുവിൻ ആണെന്ന് തോന്നും. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ റെയിൽവേയിൽ കൊടുത്ത ഡാറ്റ ലീക്കാവുക എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ജെന്യുവിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മളെ ഇമെയിലൊക്കെ പോയിട്ട് ജിമെയിൽ പോയി കഴിഞ്ഞാൽ വെബ് സ്കാൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡാർക്ക് സ്കാൻ, എവിടെയും നമ്മളെ ഈ ഇമെയിൽ നമ്മൾ ലീക്കായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്രയൊക്കെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടാൻ. പിന്നെ എല്ലാ ആപ്പും പോയിട്ട് മോഡ് ആപ്പൊക്കെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ